Royal A2 Plus. Our classes. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ്. ഓർമ്മയുണ്ടോ? ദേ ആർ അസ്യൂംഡ് ടു ബി സ്റ്റാർട്ടിംഗ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഗോസ് ടുവേഴ്സ് എ നെഗറ്റീവ് ചാർജ്. ദേ നെവർ ഇന്റർസെക്ട്. ഇഫ് ദേ ഇന്റർസെക്ട്, two direction is possible, which is impossible. A tangent at any point on this curve gives the direction of electric field at that point. എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? എന്താണ് പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ദേ ആർ റെപ്രസെൻറ്റിങ് ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് ലൈൻസ്. ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി കർവ്സ്, ദേ ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ദേ ആർ അസ്യൂംഡ് ടു ബി ഗോയിങ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ടുവേഴ്സ് എ നെഗറ്റീവ് ചാർജ്. ദേ നെവർ ഇന്റർസെക്ട്. ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല. ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദ ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇതിന് ഈ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും. ഇനി അടുത്തൊരു വേർഡാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്ന ലെറ്റർ ഇട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ്. ഒരു പ്രത്യേക ഏരിയ ഞാൻ സെലക്ട് ചെയ്തു. ഈ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിന്, ടോട്ടൽ ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ആൻ ഏരിയ, ദിസ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പോൾ ഒരു ഡി എസ് ഏരിയ ആണ് എടുത്തതെന്ന് വെച്ചാൽ, ഒരു സ്മോൾ ഏരിയ, ഡിഫറൻഷ്യൽ ഏരിയ ഡി എസ്, സർഫസ് ഡി എസ് ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു ചാർജ് കൊണ്ടുവന്ന് വയ്ക്കണം. ചാർജ് കൊണ്ടുവന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഡി എസ് ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്മോൾ ഏരിയയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ദാറ്റ് ഏരിയയിൽ കൂടിയുള്ള സ്മോൾ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസ്. ഇ ഇൻറ്റു ഡി എസ്. അപ്പോൾ ടോട്ടൽ ഏരിയ എടുക്കുകയാണ്. നമ്മൾ ചെറിയൊരു ഏരിയയാണ് എടുത്തത്. ടോട്ടൽ ഏരിയ എടുക്കാൻ പോവുകയാണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഇൻറ്റു ഡി എസ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഒരു ചാർജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. ദെയർഫോർ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. സർഫസ് ഇൻ്റഗ്രലാണ്. ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുക. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള നമുക്കുള്ള ഇക്വേഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതിൻ്റെ എല്ലാം നോട്ട് സാർ അയച്ചെന്നും തോന്നുന്നു. ഒരു ടിപ്സായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർന്നു തന്നെ ഒരു എന്താണ് പോയിന്റ്സ് ടു റിമെമ്പർ എന്ന രീതിയിൽ ഞാനൊരു നോട്ട് അയച്ചു തരാം. സാർ അയച്ചു തന്ന നോട്ട് കയ്യിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ടെസ്റ്റിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ സ്കൂൾ തുറക്കുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും വരുന്നത് എന്ന് നമുക്കറിയില്ല. സിലബസൊക്കെ കുറച്ചൊക്കെ ക്യാൻസൽ, പക്ഷേ ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഇത് ഈ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന രീതിയിൽ കുറച്ച് നോട്ട് ഞാൻ അയച്ചു തരാം, ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. ഇത് ഓർമ്മിച്ച് വയ്ക്കും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ആ ഏരിയയിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതാണ് നമ്മളെ കയ്യിലുള്ളത്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ നമുക്ക്
മനസ്സിലാക്കാം. അതിനു വേണ്ടി നമുക്കുള്ള ഒരു തിയറമുണ്ട്. ഈ ഫ്ലക്സ് ടോട്ടൽ ഫീൽഡ് ലൈൻസ് പാസിങ് ഈ ചാർജുമായിട്ട് ഇതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് ചാർജുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു ഇത് പറയുന്നതാണ് ഗസസ് തിയറം. ഗസസ് തിയറം എന്താണ് ഈ ഗസസ് തിയറം പറയുന്നതെന്ന് നോക്കാം. ഗസസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചാർജ് എത്രയുണ്ട്, ഒരു സർഫസ് ചാർജിന് എന്തുമാത്രം, ഹൗ മച്ച് ചാർജ് ഇറ്റ് എൻക്ലോസ് എന്നറിയാമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്, എന്താണ് ഗസസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/epsilon 0 times the charge enclosed by that surface if the charge is placed in free space. അതാണ് ഈ എപ്സിലോൺ 0 ഇട്ടത്. വേറെ ഏതെങ്കിലും വീഡിയോ ആയിരുന്നെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിറ്റി നമ്മളിവിടെ ഇട്ടേ. അപ്പോൾ ഇഫ് ദ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്, അവിടെയുള്ള ഒരു പ്രത്യേക ഏരിയ ആണ് എടുത്തത്. ഇവിടെ ചാർജ് ഇരിക്കുകയാണ്. ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് എത്ര, ഹൗ മെനി ഫീൽഡ് ലൈൻസ് ആർ പാസിങ് ത്രൂ ദിസ് പർട്ടിക്കുലർ ഏരിയ, ടോട്ടൽ ഏരിയ, ദിസ് ക്ലോസ്ഡ് ഏരിയ, നമ്മൾ കൺസിഡർ ചെയ്ത ഈ ക്ലോസ്ഡ് ഏരിയയിൽ കൂടിയുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ, ഫീൽഡ് ലൈൻസ്, ഹൗ മെനി ഫീൽഡ് ലൈൻസ് ആർ പാസിങ് ത്രൂ ദിസ് എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നും എടുക്കണ്ട. അവിടെ ചാർജിനെ 1/epsilon 0 റെസിപ്രോക്കൽ ഓഫ് പെർമിറ്റിവിറ്റി, ആ ചാർജ് വെച്ചിരിക്കുന്ന മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഗസസ് തിയറം പറയുന്നത്. അപ്പോൾ ഒരു തിയറം പറഞ്ഞാൽ അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഗസസ് തിയറം പറയുന്നത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഗസസ് തിയറത്തിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. എന്താണ് ഗസസ് തിയറം പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഇരിക്കുകയാണ്, ക്യൂ ചാർജ്. അത് പോസിറ്റീവ് ചാർജ് ആണെന്നിരിക്കട്ടെ, ഒരു പോയിൻ്റ് ചാർജ് ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ സിയിൽ നിന്ന് ആർ എവേ ആയിട്ടുള്ളൊരു പോയിന്റ് എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്ലസ് ക്യൂ ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു 1/r എവേ ആയിട്ടാണ്, ഫ്രീ സ്പേസിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. 1/4π0 ഇൻറ്റു Q/r². ഇത് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി എത്രയാണെന്ന് അറിയാം, ആർ എവേ ആയിട്ടുള്ള ഒരു ചാർജ്. ഞാൻ ഈ പി പോയിൻ്റ് സർഫസിൽ വരത്തക്ക രീതിയിൽ ഒരു സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്തു വിത്ത് റേഡിയസ് ആർ റേഡിയസ് ഉള്ള ഈ പി എന്ന് പറയുന്ന പോയിന്റ് ആ സർഫസിൽ വരത്തക്ക രീതിയിൽ ഒരു സർഫസ് ഞാൻ കൺസിഡർ ചെയ്തു. ഒരു സ്ഫെറിക്കൽ സർഫസ്, ഒരു സ്ഫിയറാണ്. അപ്പോൾ ഇവിടെ ക്യൂ ചാർജ് ഇരിക്കുകയാണെങ്കിൽ ചാർജ് ഈ ദിശയിൽ മാത്രമല്ല ഫീൽഡ് ലൈൻസിന് പാസ് ചെയ്യിക്കുന്നത്, എല്ലാ ദിശയിലേക്കും ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവുകയാണ്. എല്ലാ ദിശയിലേക്കും ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഹൗ മെനി ഫീൽഡ് ലൈൻസ് ആർ ഫ്രം ദിസ് ചാർജ്, ഈ ചാർജിൽ നിന്ന് ഹൗ മെനി ഫീൽഡ് ലൈൻസ് ആർ പാസിങ് ത്രൂ ദിസ് സ്ഫെറിക്കൽ സർഫസ്. ഇതിന് നമുക്കൊരു ഗാസിയൻ സർഫസ് എന്ന് പറയുന്നത്, ഇതൊരു ഇമാജിനറി സർഫസ് ആണ്. അതുകൊണ്ടാണ് ഗാസിയൻ സർഫസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഗാസിയൻ സർഫസിൽ കൂടി ഹൗ മെനി ഫീൽഡ് ലൈൻസ് ആർ പാസിങ്, ഇതിനു വേണ്ടി ഞാനൊരു ചെറിയ ഏരിയ എടുത്തു, DS. നമുക്കറിയാം d∅ ഈസ് ഈക്വൽ ടു E ഇൻറ്റു DS. ശരിയല്ലേ? ഇത് നമുക്കറിയാമെന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ടോട്ടൽ ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഇൻ്റഗ്രൽ DS. ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ എത്രയാണ്? സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയറിനെ അല്ലേ നമ്മൾ ഇൻ്റഗ്രൽ DS എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ. ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 4πr². ശരിയല്ലേ? ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫ്രീ സ്പേസ്. വാട്ട് ഈസ് വാല്യൂ ഓഫ് E? 1/4π0 into Q/r². Therefore, phi is equal to 1/4π0 Q/r² into 4πr². 4π cancel, r² cancel. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദിസ് ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ലൈൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/epsilon 0 Q. ഇത് തന്നെയല്ലേ ഗസസ് തിയറവും പറയുന്നത്? ഇത് തന്നെയല്ലേ ഗസസ് തിയറവും പറയുന്നത്? സോ ദിസ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. വേർ വി ക്യാൻ അപ്ലൈ ദിസ് ഗസസ് തിയറം. ഗസസ് തിയറം എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം?
ഞാനൊരു ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ഓഫ് ചാർജ് എടുത്തു. ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഒരു ചാർജ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാമായിരുന്നു. ഇവിടെ ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. അതായത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. ഒരു വേരിയബിൾ എടുത്തു. ഫോർ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എൽ ലാംഡ. എൽ ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെയുള്ള ടോട്ടൽ ചാർജ് എൽ ലാംഡയാണ്. അപ്പോൾ യൂണിറ്റ് ലെങ്തിൽ ലാംഡ ചാർജ് ഉണ്ട്. ഇത്രയും കൂളം പെർ മീറ്റർ. കൂളം പെർ മീറ്റർ. ഈ ലൈൻ ഓഫ് ചാർജിൽ നിന്ന് ആർ എവേ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആർ എവേ ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്ത് പി. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര എന്ന് കണക്കാക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണക്കാക്കാനുള്ളത്. ഇവിടെ നമ്മൾ പോയിന്റ് ചാർജ് ആയിരുന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ എഴുതിയാണ് 1/4πε0 Q/r². ഇവിടെ Q എന്ന് പറയുന്നത് എൽ ലാംഡ, ലീനിയർ ചാർജാണ്. അതിൻ്റെ ലീനിയർ ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ അതിനു വേണ്ടി ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗാസിയൻ സർഫസ് എടുത്തു. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗാസിയൻ സർഫസ്. ആ സിലിണ്ടറിൻ്റെ ഒരു ഫേസിൻ്റെ റേഡിയസ് 6 ആണ്. ആ റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗാസിയൻ സർഫസ് എടുത്തു. അപ്പോൾ ചാർജ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇതിന് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുള്ളൂ. ഇങ്ങനെ പാസ് ചെയ്യത്തില്ല. ഈ സിലിണ്ടറിക്കൽ സർക്കുലർ ഫേസിൽ കൂടി പാസ് ചെയ്യത്തില്ല. ഇതിൻ്റെ ഈ കർവ്ഡ് സർഫസിൽ കൂടി ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. ഇത് നമുക്കറിയാം, ശരിയല്ലേ? ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഈ കർവ്ഡ് ഫേസ് ഇങ്ങനെ നിവർത്തിയെടുത്താലുള്ള ഏരിയയിലൂടെ ലെറ്റ് ദിസ് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് എൽ. എൽ ലെങ്ത്തിലുള്ള ചാർജാണെന്ന് എടുത്തതെന്ന്, എൽ ലെങ്ത്താണ് നമ്മൾ കൺസിഡർ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് എടുക്കാനുള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നിവർത്തിയെടുത്തത്. ഈ നിവർത്തിയെടുക്കുമ്പോൾ ഇവിടെ 2πr തന്നെ ഇതിൻ്റെ പെരിമീറ്റർ. ഇതെന്ന് പറയുന്നത് എൽ, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ ഏരിയ എത്ര? ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എത്ര? 2πr ഇൻറ്റു എൽ, ശരിയല്ലേ? എൻ്റെ സർഫസ് ഏരിയ കാണാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇടാം. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 2πr ഇൻറ്റു എൽ, ശരിയല്ലേ? 2πr ഇൻറ്റു എൽ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസ് കിട്ടി. അപ്പോൾ φ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πrl. ഇത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ശരിയല്ലേ? ഇനി നമുക്കറിയാം ബൈ ഗസസ് തിയറം അപ്ലൈ ചെയ്ത് വേണം ഇത് കണ്ടുപിടിക്കാൻ. ഗസസ് തിയറം അനുസരിച്ച് φ ഈസ് ഈക്വൽ ടു 1/ε0 ചാർജ് Q. What is the total charge enclosed in this length L? Q എത്ര? L lambda. Therefore phi is equal to 1/ε0 L lambda. ശരിയല്ലേ? അപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ഓഫ് ചാർജ്, അതിലെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ എങ്കിൽ എൽ ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെയുള്ള ടോട്ടൽ ചാർജ് എൽ ലാംഡ. ഈ ലൈൻ ഓഫ് ചാർജിൽ നിന്ന് ആർ എവേ ആയിട്ടുള്ളൊരു പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗാസിയൻ സർഫസ് എടുത്തു. ആ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു എൽ സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 2πrl. ആ സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ഫീൽഡ് ലെൻസ് എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത് നമുക്കറിയാം, ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്, അതിവിടെ എഴുതി. ഇനി രണ്ടാമത് ഗസസ് തിയറം അനുസരിച്ച് നമുക്കറിയാം φ ഈസ് ഈക്വൽ 1/ε0 Q. പക്ഷേ ഇവിടെ Q എന്ന് പറയുന്നത് എൽ ലാംഡ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് φ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഇ ഇൻറ്റു 2πrl ഇസ് ഈക്വൽ ടു 1/ε0 എൽ ലാംഡ. ശരിയല്ലേ? എല്ലും ക്യാൻസൽ ചെയ്തു. എല്ലും ക്യാൻസൽ ചെയ്തപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 1/2πε0 ഇൻറ്റു ലാംഡ ബൈ ആർ. ശരി തന്നെ? 2πr അങ്ങ് പുറത്ത് പോയി. അപ്പോൾ 2πr ε0 അവിടെ ഉണ്ടായിരുന്നു.
1/2πε0 ലാംഡ പോകുമ്പോൾ ഈ ഫ്രീ സ്പേസിലാണ് ഈ ലൈൻ ഓഫ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ ഈ 1/4πε0 വാല്യൂ നമുക്കറിയാം. ആരെങ്കിലും ഒരാൾ പറയും 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ചത് നമ്മൾ 1/4πε0 വില അറിയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 × 2λ/r. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഗസസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഗസസ് തിയറം പറയുന്നത് ദ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്താണ് നമ്മളിതാ ഈ ആൻസർ കണ്ടുപിടിച്ചത്. ഈ ആൻസറൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും, 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ എൻ്റെ ടെസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ടെസ്റ്റ് എങ്ങനെ നടത്താം എന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എഴുതി തിരിച്ചയച്ചിരുന്നതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമുക്ക് 1 വേർഡ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ അയച്ചു തരാം. അപ്പോൾ ഇന്ന് ഇത്രയും പഠിച്ചു നിർത്താം. ആപ്ലിക്കേഷൻസ് ഓഫ് ഗസസ് തിയറയിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചു, ഇനി 2 കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ അത് എനിക്ക് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു.